ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബഷീർ ദിനക്യൂസ് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റക്കണ്ണൻ പോക്കർ ഇത് ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മനാട് എവിടെയാണ്? ഉത്തരം വൈക്കത്തെ തലയോലപ്പറമ്പിൽ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യകാല രചനകൾ വെളിച്ചം കണ്ടത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം ഉജ്ജീവനത്തിൽ. ബഷീറിൻ്റെ കൃതിയെ ആസ്പദമാക്കിയെടുത്ത ഏത് ചലച്ചിത്രത്തിലാണ് സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്തത്? ഉത്തരം മതിലുകൾ. കിളിയൂർ രാധാകൃഷ്ണൻ ഒരിടത്തൊരു സുൽത്താൻ എന്ന പേരിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഏത് കഥാകൃത്തിനെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ഒഴിഞ്ഞ വീട് എന്ന കൃതിയിൽ ചിത്രകാരനായി ബഷീർ സങ്കല്പിച്ചത് ആരെയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളായ മജീദും സുഹറയും ഏത് കൃതിയിലേതാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ വീട്ടുകാർ കഥാപാത്രങ്ങൾ ആയി വരുന്ന നോവൽ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. വീട്ടുമുറ്റത്തുള്ള ഏതു മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചാണ് ബഷീർ കഥകൾ എഴുതിയിരുന്നത്? ഉത്തരം മാങ്കോസ്റ്റിൻ. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ. ഏതു വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 1982. ബഷീറിന് ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബഷീർ ദിനക്യൂസ് 2026 പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പരിസ്ഥിതി ദിനക്യൂസ്, ബഷീർ ദിനക്യൂസ്, വായന ദിനക്യൂസ് അങ്ങനെ എല്ലാ ക്വിസിൻ്റെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.